2018 ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പാക്കുന്നതിലെ ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രി അസോസിയേഷൻ ഉൾപ്പെടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ആ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ആ ആക്ടുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും കോടതി പറയുന്നത് അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പണവും രേഖകളും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ചികിത്സ നിഷേധിക്കരുത്. ഒരു രോഗി എത്തിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ നില ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. അതിനുശേഷം ആശുപത്രി മാറ്റാം തുടർ ചികിത്സയുടെ ഭാഗമായി. പക്ഷേ അതിന് ഉത്തരവാദിത്വം ഫസ്റ്റ് ഹോസ്പിറ്റൽ ഏൽക്കണം എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഡിസ്ചാർജ് സമയം പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായും തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്കുകൾ വേണം. 7 ദിവസത്തിനകം പരാതി പരിഹരിക്കാൻ ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് DMOയ്ക്ക് കൈമാറണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാർഗനിർദ്ദേശങ്ങളായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് ഉടൻ തന്നെ ചീഫ് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ DGPക്കും കൈമാറണം. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ ഉത്തരവുകളും പുറപ്പെടുവിക്കണം എന്ന കാര്യവും കൂടി കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഉത്തരവിൻ്റെ ഭാഗമായി ഒരു കാര്യവും കൂടി കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ കോസ്റ്റ് അടിക്കേണ്ടതാണ്, ചെലവ് ഈടാക്കേണ്ടതാണ് ഈ ഹർജിക്കാരിൽ നിന്ന് എന്ന കാര്യം കോടതി പറഞ്ഞു. അതായത് ഈ ആക്ട് നിലവിൽ വന്ന ശേഷവും അതിൻ്റെ പ്രൊവിഷൻസ് പലരും നടപ്പാക്കാത്തത് അംഗീകരിക്കാനാവില്ല എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.